നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ എപ്പിസോഡില് ഫസ്റ്റ് തന്നെ ഗോൾഡൻ മെലഡി റൗണ്ടിൽ പാടാൻ വരുന്നു ഗൗരി. സോ ലെറ്റ്സ് വെൽക്കം ഗൗരി.
നൈസ് നൈസ് നൈസ്. താങ്ക് യു ഗൗരി ചേച്ചി. എങ്ങനെ തോന്നി? വലിയ പരിക്കുകളില്ലാണ്ട് പാടിയെന്ന് വിചാരിക്കുന്നു. വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ പാടി. പരിക്കുകളുണ്ട്. ഉണ്ടോ? എവിടെയാ തോന്നിയേ? പറയുക. ജഡ്ജസ് പ്ലീസ് നോട്ട്. അവിടെ ചോദിക്കാല്ലേ നമുക്ക്. ഓക്കെ, മഞ്ജരി ചേച്ചി. ഗൗരീനെ എന്തോ ഞാൻ ആദ്യമായിട്ട് കാണുന്ന പോലെ ഇരിക്കുന്നു. ആള് വളരെ ഡിഫറെന്റ് ആയിരിക്കുന്നല്ലോ കാണാൻ. ഹെയർ സ്റ്റൈൽ മാറ്റി. അതാണ് ചിരിച്ച് കണ്ണു തുറന്ന് പാടി. അതായിരിക്കും പാടിയേ. ഫുൾ കണ്ണടച്ചൊന്ന് പാടി. ടോട്ടലി ഡിഫറെന്റ് ആയ ഒരാള്. ഞാൻ ഇത് പുതിയ കണ്ടസ്റ്റന്റ് ആണോ എന്നുള്ളത്. അത്രയ്ക്ക് മാറ്റം വന്നിരിക്കുന്നു. സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു മാം. നല്ല ഡ്രസ്സ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഒരു റോസാപ്പൂ പോലെ ഇരിക്കുന്നു. താങ്ക് യു. പിന്നെ നല്ല കണ്ണൊക്കെ തുറന്ന് കറക്റ്റ് ആയിട്ട് ചിരിച്ച് അസലായിട്ട് പാടി. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കണ്ണാടി നോക്കി പാടിയാണ് സാർ പറഞ്ഞ പോലെ. കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിന്ന് ചിരിച്ച് പാടിയായിരുന്നു. ചിരിച്ചു പാടി പ്രാക്ടീസ് ചെയ്തു. ഗുഡ് ഗേൾ, വെരി നൈസ്. താങ്ക് യു. വെരി നൈസ്. നല്ല പാട്ട് സെലക്ഷൻ ആണ് ജോൺസൺ മാഷിന്റെ. ഇത്തരത്തിൽ എത്രയോ മനോഹരമായ പാട്ടുകൾ നമ്മളൊക്കെ ശരിക്കും റിയാലിറ്റി ഷോസിലൊക്കെ എല്ലാവരും പാടാൻ ആഗ്രഹിക്കുന്ന എടുക്കുന്ന ഒരു പാട്ടാണ് ഈ ഒരു പാട്ട്. അത് മോള് നന്നായി തന്നെ പാടി. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. നന്നായി പാടി. താങ്ക് യു. എന്നാലും ഇതിനകത്ത് ചെറിയ ചെറിയ ശ്രുതി പ്രശ്നങ്ങളാണ് എനിക്ക് കൂടുതലും അവിടെ ഒരു മൈൻഡ് ബ്ലോക്ക് പോലെ വന്നത്. കാരണം ചില ഭാഗങ്ങളൊക്കെ ഫ്ലാറ്റ് ആയി പോകുന്നുണ്ട്. അതൊന്ന് ശ്രുതിയും ഇട്ട് പ്രാക്ടീസ് ചെയ്തു. ഇത്രയും ഒക്കെ ഇമ്പ്രൂവ്മെന്റ് ആള് ഫുൾ നമ്മുടെ ലുക്കിലും കോൺഫിഡൻസിലും ഒക്കെ അങ്ങ് മാറി. ഇനി ഇതും കൂടി കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി. പിച്ചിങ് മാത്രമാണ് ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു സജഷൻ ഉള്ളത്. അതും കൂടി ആയാല് ബ്യൂട്ടിഫുൾ. ഓക്കെ, താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ഗൗരി, സർ. അതിമനോഹരമായിട്ടുള്ളൊരു പാട്ട്. നമ്മുടെ കേരളം, പാട്ട് മുഴുവൻ കേരളമാണ്. വയലും പൂക്കളും ഒക്കെ. എനിക്ക് ഇതുപോലുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ വല്ലാണ്ട് മിസ് ചെയ്യും. കാര്യം അമ്മ എന്നുള്ള ഒരു ശക്തി സ്രോതസ്സായിരുന്നു എനിക്കൊക്കെ. അമ്മയെ മിസ് ചെയ്യും ഇതുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴൊക്കെ. അത് വല്ലാണ്ട് നമ്മളൊരു ഒരു വയൽ, ഒരു വീട്, ആ അന്തരീക്ഷത്തിലേക്ക്, വയലും വീടും അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരുന്നു ഞങ്ങൾ. കാര്യം ഞാനതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അത് ഞങ്ങൾ താമസിച്ച വീട്ടിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ കാണാതായി കേട്ടോ. അല്ല, ഞാനുണ്ടായിരുന്നു വീട്ടിൽ. എന്നെ അപ്പോൾ എൻ്റെ അമ്മയും ആ പെൺകുട്ടിയുടെ അമ്മയും ചേർന്നിട്ട് അതേതോ ഫിലിം കാണാൻ പോയി ആരുടെയോ കൂടെ എന്ന് പറഞ്ഞിട്ട് തിയേറ്ററിൽ എൻ്റെ അമ്മയെ വിളിച്ചു. അമ്മ ഉടനെ പോയി. അപ്പോൾ അവിടെ പോയി ഈ ആട്ടക്കലാശം എന്നുള്ള ഫിലിം നടക്കുന്ന തിയേറ്ററിലാണ് പോയത്. അപ്പോൾ അവരുടെ മോള് എവിടാന്ന് പറഞ്ഞാൽ മോളെ വിളിച്ചുകൊണ്ട് നടക്കുന്ന അമ്മയും ഉണ്ട്, അവിടെയൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് വന്ന് കിട്ടിയില്ല. അപ്പോൾ അത് ഇവിടെ വന്നിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ ഒരു രാഗ ബേസ്ഡ് പാട്ടുണ്ട് അതിൽ. നിന്നെ അവരാ പെങ്കൊച്ചിനെ നോക്കുമ്പോൾ അമ്മ പാട്ട് പഠിക്കായിരുന്നു അവിടെ നിന്ന്. അല്ല, അത് അമ്മയ്ക്ക് അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. ഏത് മെലഡി ആണെങ്കിലും ഒരു തവണ കേട്ട അമ്മ അങ്ങനെ പിടിച്ച് പാടിത്തരും. കാര്യം പല ഫിലിം കാണാൻ പോകുമ്പോഴും ഇപ്പം MS വി സാറിൻ്റെ ഒരു സപ്തപതി, MS വി സാറല്ല സപ്തപതി, വേറെ ആരുമാണ്. അത് തെലുങ്ക് ഫിലിം കാണാൻ പോയിട്ട് അതിലെ പാട്ട് അമ്മ വന്നിട്ട് പാടി കേൾപ്പിച്ചു. ഒരു തവണയേ കേട്ടോളൂ, നമുക്കൊന്നും അത്ര ഓർമ്മയില്ല. അപ്പോൾ പെൺകുട്ടിയെ കിട്ടിയോ? അവസാനം കിട്ടി. അയ്യോ, അവള് നല്ല ഫ്രണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ അത് എനിക്കും വിഷമമായിപ്പോയി. കാര്യം നല്ല ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള പെൺകുട്ടിയാണ്. എപ്പോഴും നമ്മൾ വിളിക്കാറുണ്ട്. കുറേ സന്തോഷം. പിന്നെ നമുക്ക് പൊന്നുരുക്കാം. ഈ രണ്ടാമത്തെ പൊന്നുരുക്കും എന്ന് പാടുന്ന അതൊന്ന് പാടാമോ? ആ റിപ്പീറ്റ് പാടത്തില്ലേ? പൊന്നുരുകും. അതിന് അത്ര അധികാര സ്വഭാവം വേണ്ട കേട്ടോ. അതിന് ആ ഡൈനാമിക്സിന്റെ ഒരു സുഖം വരട്ടെ. പൊന്നുരുകും പൂക്കാലം എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിഷ്വൽ മനസ്സിൽ വേണം. അന്ന് പാടിക്കപ്പോ. ഓക്കെ ഗുഡ്. ആരാ സെലക്ട് ചെയ്തെന്ന് പാട്ട്? ഗ്രൂമേഴ്സ്. നല്ല പാട്ട്. അപ്പോൾ ഗ്രൂമേഴ്സിന് ഒരു സ്പെഷ്യൽ അഭിനന്ദനം അർഹിക്കുന്നു അവർ. അപ്പോൾ എന്തൊക്കെയായാലും നല്ലൊരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യം. പിന്നെ തുടക്കം ഒരു ചളുക്ക് തുടക്കമായിരുന്നു, അത് കുഴപ്പമില്ല. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. ഷാനിക. ഗൗരി സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. ഈ പറഞ്ഞ പോലെ ജോൺസൺ മാഷിൻ്റെ ഈ മണ്ണിൻ്റെ മണമുള്ള പാട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനെ എത്രയോ പാട്ടുകൾ ജോൺസൺ മാഷ് ഇങ്ങനെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്.
എനിക്ക് മോളെ ആദ്യം തന്നെ പറയട്ടെ, നല്ല ശബ്ദം, താങ്ക് യു സർ. ബ്യൂട്ടിഫുൾ വോയിസ് കേട്ടോ, താങ്ക് യു. വെരി ബ്യൂട്ടിഫുൾ വോയിസ്. അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഞാൻ ആകെ എഴുതി വെച്ചത് സൂപ്പർ വോയിസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ കാണിക്ക, എനിക്കൊന്ന് എൻ്റെ മനസ്സിലുള്ള കാണിക്കയായി ആ ഒരു ഡൈനാമിക് അത് എല്ലായിടത്തും ഉണ്ടോ, അതോ ഈ എൻഡിൽ മാത്രമേ ഉള്ളോ? കാണിക്കയായി. ആ, അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ഡൈനാമിക് ആണ് അതിനുള്ളത്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ പല്ലവിയിലൊന്നും മോൾ അത് പാടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ എൻഡിലാണോ വരുന്നതെന്ന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് സംശയിച്ചു. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല, അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടിയോളെ, സൂപ്പർ വോയിസ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഓക്കെ ഗൗരി, ഓ, ചോദിക്കാം നമുക്ക് ചോദിക്കാം, മാർക്സ്. ചോദിക്കാം. ഓക്കെ ശരത് സർ, യെസ് പാറു. ഗൗരിയുടെ മാർക്ക്. ഗൗരിക്ക് 7.5 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ചേച്ചി. ഗൗരിക്ക് 7.6 മാർക്സ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. സോ ടോട്ടൽ 15.1. താങ്ക് യു. ഞങ്ങളെ എന്തായാലും ഞങ്ങൾക്ക് ജോൺസൺ മാഷയുടെ ഈ ഒരു പൊന്നുരുകും കൊണ്ടു തന്നതല്ലേ. അപ്പൊ ഞങ്ങള് ഇവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യായിരുന്നു. ഈ പാട്ടിലൂടെ ഞങ്ങൾ വേറൊരു ഓർമ്മയിലേക്ക് എത്തി. ആവാം, നോ, ഓർക്കൂ. ഞങ്ങൾ അങ്ങനെ ഓർക്കട്ടെ. ആ ഞങ്ങളുടെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടു. ശരിയാ, ഓർത്തതേ ഇല്ല ചേച്ചി ഇന്ന്. മറന്നിരുന്നത്. ആ, പാടിവാകാത്തെ ആയിരം പൂക്കൾ നുള്ളിവാ. ആഹാ. ആടിവാകാത്തെ പാടിവാകാത്തെ ആയിരം പൂക്കൾ നുള്ളിവാ. അന്തിപ്പൂമാനം പൊന്നു ഞാനാട്ടും മന്ദാര പൂക്കൾ നുള്ളിവാ. കാണാത്തിരുമുറിവുകളിൽ തൂവും കുളിരമൃതായി, തിരുമുറിവുകളിൽ തൂവും കുളിരമൃതായി, കരളിൽ നിറയും കളരവമായി പൂങ്കാറ്റേ ലാലാ. ആടിവാകാത്തെ പാടിവാകാത്തെ ആയിരം പൂക്കൾ നുള്ളിവാ. ലാലാ ഓ ബ്യൂട്ടിഫുൾ. രാഹുൽ, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു എവർഗ്രീൻ സോങ് ആണ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നത്. എന്താണ് പറ്റിയ? സെക്കൻഡ് ഷെഡ്യൂൾ ആയില്ലേ? നമ്മളിപ്പോ കുറച്ചും കൂടെയും സീരിയസ് ആയിട്ടൊക്കെ എടുക്കണ്ടായിരുന്നോ? അതാണ് എന്താ അറിയില്ല, ആ ഒരു മൊമെന്റിൽ ജസ്റ്റ് ഒന്ന് ബ്ലാങ്ക് ആയി പോയി. ഓക്കെ, അപ്പോഴത്തേക്ക് ആ ഒരു പ്രാക്ടീസ് ഒക്കെ ചെയ്തില്ലേ നന്നായിട്ട്? പ്രാക്ടീസ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എവിടെയോ ഒന്ന് ബ്ലാങ്ക് ആയി പോയി. അവിടുന്ന് അങ്ങോട്ട് പാട്ട് അങ്ങനെ ഒരു പാട്ടല്ലേ, അപ്പൊ അവിടുന്ന് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങനെ വിട്ടുപോയി. ഓക്കെ, ചോദിക്കാം നമുക്ക്. ആ ഷാനിക്ക. രാഹുലേ, സാർ, എന്താണ് സംഭവിച്ചത്? കയ്യിൽ ഉപയോഗിച്ചു. ഓക്കെ, പച്ചയ്ക്ക് അതൊന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ആരൊക്കെയാണ് ഈ പാട്ടിന്റെ സൃഷ്ടാക്കൾ? മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ഇളയരാജ സാറാണ്. പാടിയിരിക്കുന്നത് SPB സാറും ലതാ മങ്കേഷ്കർ മാമുമാണ് പാടിയിരിക്കണേ. പിന്നെ ലിറിക്സ് ചെയ്തിരിക്കുന്നത് വാലി എന്ന് പറയുന്ന സാറാണ്. ലിറിക്സ് സത്യം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. സത്യ. ഓക്കെ, നമുക്ക് കോമൺലി തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡുവറ്റ് ആണല്ലോ, ഇതൊരു പ്രോപ്പർ ഡുവറ്റ് അല്ലേ. അപ്പൊ വേറൊരു പാട്ട് സെലക്ട് ചെയ്യായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. മോനെ ടെമ്പോ, രാവിലെ ടെമ്പോ ത്രൂ ഔട്ട് ഗ്രിഡിലായിരുന്നില്ല. പ്രത്യേകിച്ച് അത് ലോക്കിൽ വീണില്ലെങ്കിൽ ഭയങ്കര രസം ഉണ്ടാവില്ല ആ പാട്ട്. അപ്പം അത് ഗ്രിഡിലായിരുന്നില്ല, തുടക്കം തന്നെ അത് പോയി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ഈ ഗ്രിഡിൽ വരികൾ വീഴാത്തതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ അവസാനം ഒരു വരിയൊക്കെ അങ്ങ് പോയല്ലോ,
വരി പോയി ഇടയ്ക്ക് കയറി, അതെ അതെ. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. മൊത്തം സംശയങ്ങളായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കേണ്ട സമയം ആയി. കഴിഞ്ഞു. കഴിഞ്ഞിട്ടൊന്നുമില്ല, ആയി. എനിക്ക് ആ ടെമ്പോ പോയപ്പോൾ തന്നെ എൻ്റെ കണക്ഷൻ പോയി. പിന്നെ ഈ പറഞ്ഞ പോലെ ചരണത്തിന്റെ എൻഡിലല്ലേ വരി, അതെ അതെ അല്ലേ? ഫസ്റ്റ് ചരണത്തിന്റെ എൻഡിൽ കവിതകൾ പഠിക്കുന്നത് കുളു കുളു തെன்றல் കാറ്റും വീசுது. വരി വരുന്നു, വരി പോകുന്നു, പിന്നെ അടുത്ത ബീച്ചിൽ കയറി പാടുന്നു. ഒരു പൂർണ്ണത കിട്ടിയില്ല സോങ്. അങ്ങനെ ഒരു കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ഇത്. പിന്നെ നമ്മൾ പാടേണ്ട സ്ഥലത്ത് തന്നെയാണോ നമ്മൾ പാടിയത്? പാടേണ്ട സ്ഥലത്ത് ഞങ്ങൾക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. മെയിൽ പോർഷൻ ഞാൻ പാടാൻ നിന്നു, ഹേ എന്നുള്ള പോർഷൻ ഞാൻ പാടാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഫീമെയിൽ പോർഷൻ ലാ 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 ആ പോർഷനാണ് ഫീമെയിൽ വരുന്നത്. അപ്പം മെയിൽ പോർഷനാണ് പാടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ. പിന്നെ ആ ഡാൻസ് ഒക്കെ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി രാവിലെ. അപ്പം അതൊക്കെ നമുക്കൊന്ന് ശരിയാക്കി എടുക്കണം കേട്ടോ. കാരണം ഇനി അങ്ങോട്ടേക്ക് വരുന്ന റൗണ്ട്സ് എന്നൊക്കെ പറയുന്നത് പല പല റൗണ്ട്സ് വരാനുണ്ട്. ഇതിപ്പോൾ സെക്കൻഡ് ഷെഡ്യൂളിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ളൊരു റൗണ്ടാണ് ഫാസ്റ്റ് സോങ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പതറാൻ പാടില്ല. ഇനി ഇഷ്ടംപോലെ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചാലഞ്ച് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ വരും, പല പല റൗണ്ടുകൾ വരാനുണ്ട്. നമ്മൾ രാഹുലിന് വേറൊരു സോങ് സെലക്ട് ചെയ്യാമായിരുന്നു എന്നൊരു അഭിപ്രായം ഉണ്ട് എനിക്ക് കേട്ടോ. അത്ര പേര് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ശരത് സർ, രാഹുലെ ഉഗ്രം പാട്ട്, പക്ഷെ ഇതൊരു ഫാസ്റ്റ് നമ്പറേ അല്ല. ഇത് ആരാ പറഞ്ഞു രാഹുലിനെ വഴി തെറ്റിച്ചത്? സെലക്ട് ചെയ്തല് ഇതൊരു ഹൈലി റൊമാൻറ്റിക് നമ്പർ, ഇത് ഫാസ്റ്റ് നമ്പർ അല്ല. ലിറിക്ക് ഫാസ്റ്റ് ആയിട്ട് ഉണ്ടെന്നേ ഉള്ളൂ അതില്. വളയോ സൈ കല കല കലവന കവിതകൾ അതേ ഉള്ളൂ അതിൽ ഫാസ്റ്റ്. അതായത് ദിസ് നോട്ട് എ ഫാസ്റ്റ് നമ്പർ, അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല, നമുക്കതൊക്കെ മറക്കാം. പിന്നെ എല്ലാം മറക്കാമല്ലേ, ഇന്ന് മറവിയുടെ ദിവസം, കുഴപ്പമില്ല. എന്നാലും നല്ലൊരു ഉഗ്രം കോമ്പോസിഷൻ രാജാസാറിൻ്റെ, അത് പറയേണ്ട കാര്യമില്ല. അതിമനോഹരമായിട്ട് അദ്ദേഹം അറേഞ്ച് ചെയ്തേക്കുന്നത്, അതുപോലെ ആ മെലഡി പോർഷനൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. ഇതൊരു മലയാളം ഫീല് തോന്നുന്നു പല വാക്കുകളും രാഹുൽ പറയുന്നത്. അത് ശരിയായിക്കൊള്ളണം കേട്ടോ. നെഞ്ചുക്കുൾ തൈക്കിன்ற മുള്ളാഹും, അത് എഴുതിയേക്കുന്ന കേട്ടോ. പാടിയ വേറെ എന്തോ പാടിയത്, പിന്നെ അത് പാടിക്കോ. നെഞ്ചുക്കുൾ തൈക്കിன்ற മുള്ളാഹും മുള്ളാഹും ഒരു ചെറിയ ഹായയുടെ ഒരെണ്ണം കൂടെ അതിനകത്ത് വെച്ചോളൂ. അത് കഴിഞ്ഞിട്ട് കൈവയ്ക്ക താനാകാറും താനാക കൈവയ്ക്ക താനാകാറും അത് കഴിഞ്ഞിട്ട് മുന്നാളും പിന്നാളും തള്ളാടും. മുന്നാലും പിന്നാലും പിന്നായല്ല കേട്ടോ. മറ്റേ വെള്ളത്തിൽ കല്ല് വീഴുന്നോണോ അല്ലത്. മുന്നാലും പിന്നാലും തള്ളാടും. എഴുതിയിരിക്കുന്നത് ഉമ്മ എഴുതിയേക്കുന്നത് അതുപോലെ തന്നെ പാടുകയും ചെയ്ത് കേട്ടോ. പിന്നെ ഈ അതെങ്ങനാ പാടിയ? അടുത്ത വരട്ടെ. എല്ലാത്തിനും ആ പിന്നെ കാവുണ്ട് കേട്ടോ. അതെപ്പോഴും നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് അല്ലേ. മലയാളം വന്നിട്ടുള്ളത് തമിഴിൽ നിന്നാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും ആദ്യമൊഴിയാണ് തമിഴ്. അപ്പം തമിഴ് നമ്മൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കി അവിടെയുള്ള ആളുകളൊക്കെ ഭാഷയെ കുറേ സ്നേഹിക്കുന്നവരാണ് കേട്ടോ. അതുകൊണ്ടും കൂടെ പറയുന്നത്. അപ്പം അതാണ് ഇതിൻ്റെ ഒരു സംഭവം. പിന്നെ സാറിൻ്റെ സുഖമാണോ? കുട്ടികളൊക്കെ എന്ത് പറയുന്നു? കുട്ടികള് ഹാപ്പിയാണ് എല്ലാവരും. എന്ത് പറഞ്ഞു? എല്ലാവർക്കും ഒരുപാട് സന്തോഷമൊക്കെ പറഞ്ഞു. നാട്ടുകാരും വീട്ടുകാരും ഒക്കെ സന്തോഷമൊക്കെ പറഞ്ഞു, കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞു. പിന്നെ ശരിക്കും എൻ്റെ നാട് കൊല്ലമാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഓണത്തിന് ചെന്നപ്പോൾ അവരൊക്കെ കുറച്ച് വിഷമം പറഞ്ഞു. അതായത് കൊല്ലംകാരനാണെന്ന് പറഞ്ഞില്ല,
എന്നൊക്കെ പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര വെരി ബോറായി ബാഡ് വെരി ബാഡ്. അതിപ്പോ പറഞ്ഞോ നമ്മുടെ ജനങ്ങൾ അപ്പൊ ഞാൻ കൊല്ലംകാരനാണ്. അതെ. ഞാനും ശരിക്കും ഞാനൊരു തൃശ്ശൂർ കൊല്ലം- സെറ്റിൽഡ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞത്. അത് കുഴപ്പമില്ല, അത് അതെ. കുഴപ്പമില്ല. പിന്നെ രാജേഷേ ഫ്രീ ആണോ? ആദ്യത്തെ അപ്പോൾ അതൊന്ന് വായിക്കാം ഫ്ലൂട്ട്. കാര്യം രാജാ സാർ പറഞ്ഞൊരു സാധനം പറഞ്ഞു തരാനാ. എന്തൊക്കെ അതെങ്കിലും നടക്കട്ടെ, മറ്റേ എല്ലാം മറന്നതോ മറന്നു. ആ രാജേഷേ അത് കുറച്ചുകൂടെ പ്രഷർ. ആ കാര്യം ഇത് ഞാൻ പറയാൻ കാരണം ഇത് നമ്മുടെ നെപ്പോളിയൻ സാറാണ് വായിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇതുപോലെ പ്ലെയിനായിട്ട് വായിച്ചപ്പോൾ രാജാ സാർ പറഞ്ഞു ഇങ്ങനൊരു ആക്സെൻറ്റ് വേണം എന്ന് പറഞ്ഞ് അത് പറഞ്ഞ് ചെയ്യിച്ചാണ്. അതാണ് ആ ഒരു പീസിൻ്റെ ഒരു ഗുമ്മ്. താങ്ക് യു രാജേഷ്. താങ്ക് യു രാജേഷ് ചേട്ടാ. താങ്ക് യു ശരത് സർ. ചേച്ചി ഓക്കെ. രാഹുൽ ചേച്ചി ഫാന്റാസ്റ്റിക് സോങ് സെലക്ഷൻ. ആ സോങ് സെലക്ഷൻ ഒരു വലിയൊരു കൈയടി. താങ്ക് യു. പിന്നെ അത് നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എന്താ പറയുക, രാഹുലിന് നല്ലൊരു വോയിസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ പാട്ടിന് നല്ലോണം ചേരുന്നുണ്ട് വോയിസ്. എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഈ പാട്ട് നമ്മുടെ SPB സാറിനോടൊപ്പം വേദിയിൽ പാടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ പല വേദികളും അദ്ദേഹത്തോടൊപ്പം പാടിയിട്ടുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പാടുമ്പോൾ ഒരു വല്ലാത്തൊരു സുഖമാണ്. പിന്നെ ആ ഇമോഷൻസ് ആയാലും എക്സ്പ്രഷൻസ് ആയാലും അദ്ദേഹം ഈസ് എ കിങ് ഓഫ് ഇമോഷൻസ്. അപ്പോൾ ശരിക്കും വണ്ടർഫുൾ സർ, പ്രണാമം. പിന്നെ ഈ ഒരു പാട്ട് നമുക്ക് ഒരു കോമ്പോസിഷൻ എടുക്കുമ്പോഴത്തേക്ക് അതിന് ആ കമ്പോസർ എന്തുകൊണ്ടായിരിക്കും അതൊരു ഡ്യുവറ്റ് ആക്കിയത് എന്നൊക്കെ നമുക്കൊന്ന് ചിന്തിക്കാം. കാരണം എനിക്ക് സാറ് പറഞ്ഞ അതേ പോയിന്റിനോടൊരു അഭിപ്രായം, ഇതൊരു ഫാസ്റ്റ് നമ്പറായിട്ട് നമുക്ക് കണക്കാക്കാൻ എന്തോ പറ്റുന്നില്ല, ഒരു കണക്റ്റ് ആവുന്നില്ല. കാരണം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഒരു റൊമാൻറ്റിക് ഡ്യുവറ്റ്, ഒരു മെലഡി ഒരു ബേസ് ചെയ്തിട്ടാണ് അത് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഫാസ്റ്റ് നമ്പർ എന്ന് പറയുമ്പം നേരത്തെ ആരാ വന്ന് പാടിയത് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ പിയാത്തു പാടി. അപ്പം അതൊക്കെ കുറച്ച് ഒരു പെപ്പി ഒരു സാധനമാണ്. നമ്മൾ ഈ ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുമ്പം ദിസ് ഇസ് എ വെരി നൈസ് മെലഡി. പിന്നെ ഇതിൽ ഒരു സജഷൻ എനിക്ക് ആ ഹമ്മിങ് ഫീമെയിൽ ആക്കാമായിരുന്നു. കാരണം അതൊരു പക്ക ഫീമെയിൽ ഹമ്മിങ് ആണ്. ആ ഗ്ലൈഡും കാര്യങ്ങളൊക്കെ അത് ആ ഫീമെയിൽ വോയിസിലാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി വരുന്നത്. പിന്നെ ത്രൂ ഔട്ട് ഒരു കൺഫ്യൂഷൻ ഫീൽ ചെയ്തു. ആ ഫുൾനെസ് ഫീൽ ചെയ്യാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് നമ്മുടെ മൈൻഡിൽ ഒരു ഡ്യുവറ്റായിട്ട് രജിസ്റ്റേർഡ് ആണ് ഈ പാട്ട്. അതിൻ്റെ ആ ഫീമെയിൽ വോയിസും കൂടെ ചേരുമ്പോഴാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി ആഡ് ഓൺ ആവുന്നത്. കാരണം അത് പാടിയിരിക്കുന്ന രണ്ട് വ്യക്തികളുടെ വോയിസസിൻ്റെ ഒരു ഗുണമാണത്. നമ്മളത് ചിന്തിക്കണം. ലതാജിയുടെ വോയിസും SPB സാറിൻ്റെ വോയിസും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ മാജിക്കാണ്. അപ്പോൾ രാഹുൽ ഈ ഒരു കാര്യം ഒന്ന് നെക്സ്റ്റ് ടൈം സോങ് സെലക്ട് ചെയ്യുമ്പോൾ മനോഹരമായ പാട്ട്, പക്ഷെ ആ ഡ്യൂവറ്റ് ചില പാട്ടുകൾ ഇതുപോലെ രജിസ്റ്റേർഡ് ആണ് ആൾക്കാരുടെ ഉള്ളിൽ. അതൊരു ഡ്യൂവറ്റായിട്ട് തന്നെ കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം. അപ്പോൾ അത് മാത്രമാണ് എനിക്കിതിൽ തോന്നിയത്. കുറച്ചുകൂടി രാഹുലിന് ഒരു ഫാസ്റ്റ് നമ്പർ, അതാണ് ഈ ഡാൻസ് ഒക്കെ ചെയ്തിട്ട് അതിലോട്ട് അത് അങ്ങോട്ട് കയറാത്തത്. ഷാൻ പറഞ്ഞ പോലെ ഇത് അങ്ങനത്തെ ഒരു സോങ്, അങ്ങനത്തെ ഒരു മൂഡല്ല അത്. അറ്റ്ലീസ്റ്റ് കൂടെ ഒരു ഡാൻസർ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെയും അതിനൊരു ഭംഗി കൂടിയേനെ. ഇത് രാഹുൽ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യണല്ലോ എന്നുള്ളൊരു സാധനത്തിലേക്ക് പോയി. അപ്പം മോൾക്ക് ശരിക്കും ജോയിൻ ചെയ്യായിരുന്നു അതിൻ്റെ ഇടയിൽ ആ ഡാൻസോ എന്തെങ്കിലും ഒരു ചെറിയ സീക്വൻസ്. കഴിഞ്ഞ റൗണ്ടിലൊരു ഡാൻസ് ചെയ്തതിന്റെ ക്ഷീണത്തിലാണ്. നല്ലൊരു ഡാൻസറും കൂടെ ശ്രേയ അല്ലേ? അതുകൊണ്ട് ആ ഒരു സെലക്ഷൻ ഇപ്രാവശ്യം എനിക്ക് അതാ തോന്നിയത്. കുറച്ചുകൂടി ഒരു പെപ്പി നമ്പർ രാഹുലിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് കേൾക്കണം എന്തെങ്കിലും. കാരണം ഇതുവരെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. രാഹുൽ ശരിക്കും ഒരു ഫാസ്റ്റ് നമ്പർ പാടിയിട്ടില്ല. അപ്പം അത് നെക്സ്റ്റ് ടൈം വരട്ടെ, അങ്ങനെ ഒരു പാട്ട് വരട്ടെ. ഓക്കെ, അതർവൈസ് നൈസ് അറ്റംപ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ. അപ്പം ഞാൻ 6.8 താങ്ക് യു ശരത് സർ. ചേച്ചി ഞാനും ഏകദേശം വളരെ അടുത്താണ്, 6.9. താങ്ക് യു ചേച്ചി. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 13.7. നല്ല മാർക്കല്ല, നല്ല മാർക്ക് ഇനി വാങ്ങണം. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ്. പ്രേക്ഷകർക്കൊക്കെ എല്ലാവർക്കും ഉറങ്ങാൻ സമയമായിരിക്കും. നോ, അതല്ല ഞാൻ പറഞ്ഞു, ഉറങ്ങാൻ സമയമായിരിക്കുന്നു. അപ്പൊ അവര് ചോദിക്കുന്നു ഒരു മെലഡി പാട്ട് വെച്ച് തരുമോ എന്ന്. അപ്പൊ നമുക്കൊരു മെലഡി ആവാല്ലേ? അപ്പോ ആ ഒരു മെലഡി സോങ് പാടാനായിട്ട് വരുന്നു ശിവാനി കുട്ടി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ശിവാനി.
ശിവാനി കഴിഞ്ഞ തവണ വന്ന ഡ്യുവറ്റ് ഒക്കെ തകർത്തു പോയില്ലേ? ആ. മെലഡി എങ്ങനെ ഉണ്ടായി? കുഴപ്പമില്ല, ചെറിയൊരു പേടി പോലെ വന്നപ്പോ. അതെന്റെ അതറിയില്ല, എന്താ അറിയില്ല, ഇവിടെ വരുമ്പോ മാത്രം ചെറിയൊരു പ്രശ്നം. ശിവാനിക്ക് പേടിയില്ല എന്നുള്ളത് ഞങ്ങള് ഡ്യുവറ്റ് പെർഫോമൻസിലെ ഞങ്ങൾ അങ്ങ് മാറ്റി. ഇനി ഇവിടെ പേടി പറഞ്ഞു വരണ്ട. ചോദിക്കാം. ആരോടാ ചോദിക്കട്ടെ ആദ്യം? മഞ്ജരി ചേച്ചി. മഞ്ജരി ചേച്ചി. ചക്കരക്കുട്ടി ചേച്ചി അസലായി പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. എന്താ പിക്ചറൈസേഷൻ, എന്താ സിനിമ, ആഹാ, ഒരു ബ്യൂട്ടിഫുൾ മൂവി. ആ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് 3 പേരാണ്. അപ്പോൾ എന്ത് ഭംഗിയായിട്ടാണ് ഈ പാട്ടിൻ്റെ സീക്വൻസിൽ തന്നെ ഇവർ 3 പേരും അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ പാട്ട്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയൂ, ആരൊക്കെയാണ്? മ്യൂസിക് ഇളയരാജ സാറാണ്, ഓ. ലിറിക്സ് ബിച്ചു തിരുമല സാർ, സിനിമ എൻ്റെ സൂര്യപുത്രിക്ക്, പാടിയത് യേശുദാസ് സാറും പി സുശീലാമ്മയും KS ചിത്ര അമ്മയും. അപ്പോൾ അത് പല വേർഷൻസ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ. അതെ, ഇതിൽ മോൾ അസലായിട്ട് പാടിയിട്ട് താങ്ക് യു. എനിക്ക് ആ ഇൻട്രൊഡക്ഷൻ മോൾ പാടിയത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. ഒന്നും ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാണ്ട് വോയിസ് മാത്രം വന്നപ്പോഴും നല്ല സ്റ്റഡി ആയിരുന്നു വോയിസ്. നല്ല ഭംഗിയായി പാടി, എനിക്ക് ഇഷ്ടമായി പാടിയത്. ഇതിൽ ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ കേട്ട് നമുക്ക് ആ പാട്ട് അത്രയും നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് അതും കൂടി ഒന്ന് കൃത്യമായിരുന്നെങ്കിൽ എന്ന് തോന്നും. അതായത് മോളിപ്പോൾ ആ ഓസിലേഷൻ ഇല്ലേ അതിൻ്റെ, അത് കൃത്യമായിട്ട് വരണം. അതിൻ്റെ ഒരു ബ്യൂട്ടി അതാണ്. എസ്പെഷ്യലി ഈ ഭാഗങ്ങളൊക്കെ സുശീലാമ്മയുടെ വോയിസിൽ കേൾക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ എന്തോ ഒരു അമ്മ ഒരു മകളോട് പാടുന്നതിൻ്റെ ഒരു അങ്ങേയറ്റം എക്സ്ട്രീംസ് ആണ് ശരിക്കും. ആ സുശീലാമ്മയുടെ വോയിസിൽ ഇത്ര മനോഹരമായ പാട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു താരാട്ടിൻ്റെ ഒരു സുഖം തോന്നും നമുക്കതിൽ. ചേച്ചി ഒന്ന് പാടൂ ചേച്ചി. പാടും രാഗം താനം പല്ലവി സാധകം മറന്നതിൽ തേടും മുഖം നീലാംബരി. എനിക്ക് ഇങ്ങനെ ആ പല്ലവി എന്നൊക്കെ പാടുമ്പോൾ സുശീലാമ്മയുടെ അതിൽ നമ്മൾ അതിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരുകയാണ്. ഇതേപോലെ തന്നെ ചില പാട്ടുകൾ ആ ഭാഷയില്ലേ അമ്മ കൈകാര്യം ചെയ്യുന്ന, ഓ മനത്തിങ്കൾ പക്ഷേ നീല താമര കുളത്തിലെ തിങ്കൾ പക്ഷി പെറ്റൊരു പാതിരാമുത്തിനു പേരെന്ത്. അതൊക്കെ ശരിക്കും ആ എന്തോ ഒരു മാധുര്യമാണ് അതിൽ. അത് പാട്ടുപാടി ഉറക്കാം ഞാൻ, അതൊക്കെ അമ്മയുടെ സുശീലമ്മ, വി ലവ് യു അമ്മ. എന്ത് ബ്യൂട്ടിഫുൾ വോയിസ് ആണ്. എത്ര പാട്ടുകൾ. ഇപ്പൊ രാജാ സാറിന്റെ തന്നെ മുത്തുമണിമാല, ആ പാട്ടൊക്കെ എന്ത് അസാധ്യമാണ്. അമ്മ പാടുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ വേറെ തന്നെ ഒരു ഫീലിലേക്ക് പോകും. മോളെ താങ്ക് യു ഫോർ ദ സെലക്ഷൻ കേട്ടോ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്. അപ്പോൾ ഈ പാട്ട് സത്യത്തിൽ ഏത് സിംഗർ പാടിയാലും സുശീലാമ്മയുടെ ആ പോർഷൻ വരുമ്പോൾ ഉണ്ടല്ലോ അതൊരു വികാരമാണ്. അതാര് പാടുമ്പോഴും നമ്മൾ പെട്ടെന്ന് നമ്മുടെ അവരെ ഉച്ചരിക്കുന്ന രീതി കൂടി ഉണ്ട്. ആ മലയാളം അവർ ഉച്ചരിക്കുന്ന ഒരു സ്വീറ്റ്നെസ് ഉണ്ട്, അത് വേറെ തന്നെ ഒരു ലെവലാണ്. പിന്നെ മോള് ഇറ്റ് വാസ് നൈസ്. നമുക്ക് ഒരിക്കലും ഒരു കുട്ടി പാടുമ്പോഴത് നമുക്ക് ഒറിജിനലായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല. അത് ആ ഒരു വേറെ തന്നെ ഒരു ജനറേഷനാണ്, അത് ഒറിജിനൽ സിംഗിങ് ആണ്. അപ്പോൾ പക്ഷെ മോൾ ആ ഒരു പെർഫെക്ഷനിലേക്ക് എത്താൻ ശ്രമിക്കണം. ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ. ഇതിനെപ്പറ്റി ഈ കോമ്പോസിഷൻ നമ്മളൊന്നും ചിന്തിക്കാത്ത തലത്തിലാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹം. അത് മോളാൽ കഴിയുന്ന രീതിയിൽ പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ആരും പെർഫെക്റ്റ് അല്ല ഈ കാലത്തിൽ. മോള് നന്നായി പാടി, താങ്ക് യു. നല്ലോണം പഠിച്ചിട്ടുണ്ട് പാട്ട്, അത് നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. വോയിസിന് ഒരു ക്ലാരിറ്റി ഉണ്ട്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. മോളുടെ വോയിസ് സ്റ്റഡിയാണ്, ആ വോയിസിലൊരു ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ചെറിയ ഇതിനകത്തുള്ള ചില ഫീൽ കാര്യങ്ങളല്ലേ, ഈ പറഞ്ഞ ഓസിലേഷനും അതിൻ്റെ ഒരു ഒഴുക്കും ആ ഒരു ഈണത്തിലേക്ക് നമ്മളൊന്ന് ഇഴുകിച്ചേരണം. അത് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അത് ഇറ്റ് വിൽ കം, അത് പ്രാക്ടീസ് ചെയ്യും തോറും അത് വരും. ഇതിപ്പം നിങ്ങൾ ഈ ഒരു ഘട്ടമായതല്ലേ ഉള്ളൂ, ഇനിയും ഒരുപാട് പാടാനുണ്ട്. മറ്റൊന്നും എനിക്കിതിൽ പറയാനില്ല. നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. ഒരു പഞ്ചസാര ഉമ്മ. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ശിവാനി സാർ. ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സാർ. എന്നും നിന്നെ
അത് പാടിക്കേ, ആ ഗ്ലൈഡ് പാടിക്കേ. അതെത്താൻ പാടി അവിടെ കൊണ്ട് വിടണ്ട, ആ കൗഡ് സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ഇവിടുന്ന് വരണം കേട്ടോ, നമ്മുടെ തലച്ചോറിൽ നല്ല വരണ്ട പാടുമ്പോൾ, നമ്മൾ ഹാർട്ടിൽ നിന്ന് പാടണം. അപ്പം ചില പാളിച്ചകളുണ്ടെങ്കിലും അതിനൊരു ലൈഫ് ഉണ്ടാവും, ഒരു സുഖം ഉണ്ടാവും. ഇതൊക്കെയാലും നല്ലൊരു പാട്ട് നന്നായിട്ട് തന്നെ പാടി. ഇതൊക്കെ ശ്രദ്ധിച്ചോളുക, അപ്പം നമുക്ക് കുറേ കൂടെ അങ്ങോട്ട് കലക്കാം. അടിച്ച് പൊളിക്കണ്ടേ? പൊളിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ശിവാനി സർ. നന്നായിട്ട് പാടി. താങ്ക് യു സർ. അപ്പം ഇതന്നെ ഇവർ പറഞ്ഞ പോലെ തന്നെ ഒരു ഉഗ്രൻ സോങ് സെലക്ഷൻ, അതിന് ഹാറ്റ്സ് ഓഫ്, അതിന് 100-ൽ 100 മാർക്ക്. പിന്നെ ഈ ഒരു സോങ് എന്ന് പറയുന്നത് ഹൈലി ഡൈനാമിക്സ് ഓറിയൻറ്റഡ് ആണ്. കുറേ ഡൈനാമിക്സ്, ഇപ്പം ഈ നീറി നെഞ്ചകം എല്ലാവരും കോമൺ ആയിട്ടാണ് എഴുതിയത്. അതിന് കൊടുക്കുന്ന ഗ്ലൈഡ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇടയ്ക്കൊന്ന് പിടിച്ച് വിടുന്നു, അങ്ങനെ ആണ് അതിൻ്റെ ഡൈനാമിക്സ് ഒക്കെ പോയിട്ടുള്ളത്. അപ്പം ബേസിക്കലി നമ്മൾ ഒരു സോങ്ങിനോടുള്ള അപ്രോച്ച് ആംഗിൾ ഒന്ന് മാറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം സുശീലാമ്മ ആണെങ്കിലും ചിത്ര ചേച്ചി ആണെങ്കിലും ദാസർ ആണെങ്കിലും ഇതിന് കൊടുത്തിരിക്കുന്നത് വേറൊരു തരം ഒരു ലൈഫാണ് കൊടുത്തേക്കണം ഈ പാട്ടിന്. അപ്പം നമ്മൾ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളത്, ടെക്നിക്കലി അപ്രോച്ച് ചെയ്യാതിരിക്കുക, അത്രേ ഉള്ളൂ. എല്ലാത്തിലും ഈ ടെക്നിക്കൽ അപ്രോച്ച്, ആ നോട്ട് ഹിറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ സോങ്ങിനുള്ള ലൈഫ് നമ്മൾ ഒപ്പിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ബാക്കി നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട് കേട്ടോ. ടെൻഷൻ ഉണ്ടായിരുന്നോ? കുറച്ച്. എന്തിനാ ഈ കുറച്ച് ടെൻഷൻ കൊണ്ടുവരുന്നേ? കുറെ ടെൻഷൻ കൊണ്ടുവരണ്ടേ? അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്ക്. മഞ്ജരി ചേച്ചി. മോളൂസേ, ശിവാനി ഈ പെർഫോമൻസിന് 8 മാർക്സ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ശരത് സർ. ശിവാനി സർ. 7.9. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഓക്കെ, സോ ടോട്ടൽ 15.9. താങ്ക് യു. ഗുഡ്. അപ്പൊ ഇതുവരെയുള്ളതിൽ ടോപ്പ് നിൽക്കാണ്. അടുത്ത റൗണ്ടും അടിപൊളിയാക്കണം. വെയിറ്റിംഗ് ഞങ്ങൾ ആ ഫാസ്റ്റ് ബീറ്റ് റൗണ്ട് കാണാനായിട്ട്. അതെ. ഓക്കെ, ഡ്യുവറ്റ് പോലെ തന്നെ അടിപൊളിയാക്കണം കേട്ടാ. ഓൾ ദി ബെസ്റ്റ്.